വത്തക്ക വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെട്ടേക്കാം. വത്തക്കയെന്നും തണ്ണിമത്തനെന്നും നമ്മൾ വിളിക്കുന്ന ഈ ഫ്രൂട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. ഏത് സീസൺ ആയാലും വത്തക്ക ജ്യൂസ് നമുക്ക് പ്രിയമാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ദാഹിച്ചു വരുമ്പോൾ വത്തക്ക കഴിക്കുകയോ ജ്യൂസ് കുടിക്കുകയോ ചെയ്യുന്നവരാണ് മിക്കവരും. ഇതിൽ വെള്ളത്തിന്റെ അളവ് കൂടുതലും കലോറി വളരെ കുറവുമായതിനാൽ തന്നെ തടി കൂടുമെന്ന പേടിയും വേണ്ട. എന്നാൽ ഇതൊന്നുമല്ല കാര്യം. വ്യാജനെ കണ്ടുപിടിക്കാൻ പറ്റുക എന്നതാണ്. മരുന്നടിച്ച് പഴുപ്പിച്ചാണ് വിപണിയിൽ കൂടുതലായി വത്തക്ക വരുന്നത്. ഇതിന്റെ കളറാണെങ്കിൽ സാധാരണ പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. അതിനാൽ മുറിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ പറ്റിക്കപ്പെട്ടു എന്നറിയുക. എന്നാൽ പഴുത്ത നല്ല തണ്ണിമത്തൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. രണ്ടു തരത്തിലാണ് വത്തക്കയുള്ളത്, നീളമുള്ളതും ഉരുണ്ട തരത്തിലുള്ളതും. ഇതിൽ ഏറ്റവും നല്ലത് ഉരുണ്ട വത്തക്കയാണ്. ഇതിനാണ് മധുരവും രുചിയും ഉണ്ടാവുക. എന്നാൽ കൂടുതൽ വെള്ളം ഉണ്ടാവുന്നത് നീളമുള്ള വത്തക്കയിലായിരിക്കും. പക്ഷേ ഇതിന് രുചി കുറവായിരിക്കും. നന്നായി പഴുത്ത വത്തക്കയാണെങ്കിൽ അതിന്റെ തോട് നല്ല ഇരുണ്ട് പച്ച നിറമായിരിക്കും. മാത്രമല്ല പരുക്കനുമാകും. തോടാണെങ്കിൽ പഴുക്കാത്തതുമായിരിക്കും. ഇതിന്റെ തോട് മിനുസമുള്ളതുമാകും. ഇനി പുറം തോടിൽ ഓറഞ്ച് കളർ പോലെയുള്ള കുത്തുകൾ ഉണ്ടെങ്കിൽ ഇവയും പഴുത്തതായിരിക്കും. കുത്തുകൾ വെള്ള നിറത്തിലുള്ളവയാണെങ്കിൽ ഇവ പഴുത്തിട്ടുണ്ടാവില്ല. മാത്രമല്ല രുചിയും കുറവായിരിക്കും. നിറയെ പാടുകളുള്ള തൊലിയോട് കൂടിയുള്ള വത്തക്കയാണ് കൂടുതൽ മധുരമുള്ളവ. ഇതിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ അതിനും വഴിയുണ്ട്. വത്തക്ക മുറിച്ചതിന് ശേഷം ഒരു കഷ്ണം പഞ്ഞിയെടുത്ത് അതിന്റെ ഉള്ളിലെ ചുവന്ന ഭാഗത്ത് ഉരച്ചു നോക്കിയാൽ മതി. പഞ്ഞിയിൽ കളർ മാറ്റം ഉണ്ടെങ്കിൽ മായം കലർന്നിട്ടുണ്ടാവും. ഇങ്ങനെ മാർക്കറ്റിൽ പോയി ശ്രദ്ധിച്ചു വാങ്ങുകയാണെങ്കിൽ പറ്റിക്കപ്പെടുകയില്ല.